നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതികൾ എത്തുമെന്ന വിവരം പുറത്തുവരുന്നു. ചില യുവതികൾ അതിനുള്ള തയ്യാറെടുപ്പിലും തെളിവ് ശേഖരണത്തിലുമാണെന്നറിയുന്നു. ഇക്കുറി രാഹുലിനെതിരെ മാത്രമല്ല, ഷാഫി പറമ്പലിനെതിരെയും പരാതിയുണ്ടെന്നാണ് അറിയുന്നത്. 2024 ഡിസംബർ 4 രാഹുൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. കൃത്യം ഒരു വർഷം തികയുന്ന 2025 ഡിസംബർ 4 നാറി നാമാവിശേഷമായി രാഹുലിന് പൊതുപ്രവർത്തനത്തോട് യാത്ര പറയേണ്ടി വരുന്നത്. KSU കാലം മുതൽ തുടങ്ങിയ വഴിവിട്ട സാമൂഹ്യ ചിന്തകളാണ് രാഹുലിനെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിലെത്തിയപ്പോഴേക്കും അത് പാരമ്യത്തിലെത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന കാലത്ത് നടത്തിയ വ്യഭിചാര കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിൻ്റെ മഞ്ഞയും നീലയും കലർന്ന ചാറ്റുകളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് റിനി ആൻഡ് ജോർജ് എന്ന നടിയും പത്രപ്രവർത്തകയുമായ പെൺകുട്ടി രംഗത്തെത്തിയതോടെയാണ് രാഹുലിൻ്റെ അഭിഹിത കാമകേളികളും വിവാഹ വാഗ്ദാനങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഭ്രൂണഹത്യകളും ഒന്നൊന്നായി പുറത്തു വന്നത്. ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാഹുലിന് നഷ്ടമായി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി ബോർഡിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇതിനൊക്കെ ശേഷമാണ് രാഹുൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി തനിക്ക് നൽകിയ വാഗ്ദാനങ്ങളും പീഡനങ്ങളും നിർബന്ധിച്ച് നടത്തിയ ഭ്രൂണഹത്യകളും എല്ലാം വിവരിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രി അത് DGPക്ക് ഫോർവേഡ് ചെയ്തു. കേസായതോടെ രാഹുൽ ഒളിവിൽ പോയി. ദക്ഷിണേന്ത്യയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം രാഹുൽ കൂടുമാറി 7 ദിവസം നടത്തിയ പലായനത്തിനൊടുവിൽ ഡിസംബർ 4 ഇയാൾ നൽകിയ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് വിധി വന്നത്. ഇതേ തുടർന്ന് കീഴടങ്ങുമെന്ന വാർത്ത പരന്നെങ്കിലും കേരള പോലീസിനെ പൊട്ടൻ കളിപ്പിച്ച് വീണ്ടും മുങ്ങിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ശ്രമമാണെന്നാണ് അറിവ്. ഇതിനിടയിൽ കേരള പോലീസും ഏറെ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ച സേനയായ കേരള പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞതല്ല, അതിന് തയ്യാറാകാത്തതാണെന്നാണ് പൊതുവെ പരക്കുന്ന അഭ്യൂഹം. ഭരണ നേതൃത്വത്തിൽ നിന്ന് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതാണെന്നും അറിയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തീഷ്ണ മൂടിവെച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രമാണിതെന്നാണ് പറയപ്പെടുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ നാട് മുഴുവൻ ഓടിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് ഭരണവൈകൃതങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ ഒരുക്കിയ തന്ത്രമാണിത്. അറസ്റ്റ് വൈകലിന് പിന്നിലെ രഹസ്യവും ഇതാണ്. എന്താണെങ്കിലും രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തള്ളപ്പെടുകയും ചെയ്തതോടെ പീഡനം അനുഭവിക്കേണ്ടി വന്ന പല പെൺകുട്ടികൾക്കും തൻ്റെ ഇടം കൈവന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഒരു മറുനാടൻ മലയാളി പെൺകുട്ടി KPCCക്കാണ് പരാതി നൽകിയത്. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനാനുഭവങ്ങൾ നിരത്തി വെച്ച് നൽകിയ പരാതി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മുഖ്യമന്ത്രിക്ക് നൽകി. അതിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതേ തുടർന്ന് രാഹുലിനെതിരെ പരാതികളുമായി കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ 2 പെൺകുട്ടികൾ അടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് അറിയുന്നത്. മൂന്നാമതൊരു പെൺകുട്ടി കേസിനെ ആഗ്രഹിക്കുന്നെങ്കിലും അടുത്ത ദിവസം പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പുറത്തുവിടുമെന്നാണ് DYFI നേതാവ് AK ഷാനിബ് അറിയിച്ചത്. ഇക്കുറി രാഹുലിനെതിരെ മാത്രമല്ല പരാതി എന്നാണ് അറിയുന്നത്. ഷാഫി പറമ്പലിനെതിരെയും പരാതി ഉയരുന്നുണ്ട്. രാഹുൽ കാട്ടിയ തെമ്മാടിത്തരങ്ങളെല്ലാം ഷാഫി പറമ്പലിന് അറിയാമായിരുന്നെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. സംസ്കാര സാഹിത്യയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാവും എഴുത്തുകാരിയുമായ MA ഷഹനാസ് ഇത് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു. തന്നോട് ചില പെൺകുട്ടികൾ പറഞ്ഞ സംഭവങ്ങൾ താൻ ഷാഫിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് ഷഹാനസിന്റെ വെളിപ്പെടുത്തൽ. ഷഹനാസിനെ പോലെ രാഹുലിനെതിരെ പല നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ ഷാഫി മൂടിവെച്ചിട്ടുണ്ടെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ നിസ്സാരമായി എഴുതിപ്പെട്ടു പോകുമെന്ന് ഷാഫിയും കരുതേണ്ടെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. രാഹുലിൽ നിന്ന് ഉണ്ടായ പൊള്ളുന്ന അനുഭവങ്ങൾ ഒരു പെൺകുട്ടി ഷാഫിയോട് പറഞ്ഞെന്നും ഷാഫി അപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള ഒരു പരാതിയാണ് അടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുകയെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഷാഫിയുടെയും യാത്ര ജയിലിലേക്കാകാൻ ഇടയുണ്ട്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.